GST, ഇൻകം ടാക്സ്, TDS എന്നിങ്ങനെ പല പേരുകളിലായി ടാക്സ് അഥവാ നികുതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാലാകാലങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നികുതി നിരക്ക്, നികുതി ഈടാക്കുന്ന രീതി, നികുതി അടയ്ക്കേണ്ട തീയതി എന്നിവയിലെല്ലാം പല മാറ്റങ്ങളും ഗവൺമെന്റ് വരുത്താറുണ്ട്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നോട്ടിഫിക്കേഷൻസും സർക്കുലറുകളായിട്ടാണ്. ടാക്സിനെ കുറിച്ച് അറിയാത്തവരുടെ അറിവിലേക്കായി ഞാൻ ടാക്സ് എന്താണ്, എന്തിനാണ് ടാക്സ് പിരിക്കുന്നത് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഗവൺമെന്റിന്റെ ചിലവുകൾ വഹിക്കുന്നതിന് ഇൻഡിവിജ്വൽസിന്റെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും മേൽ ചുമത്തുന്ന ചാർജുകളാണ് ടാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനുമാണ് ടാക്സ് ചുമത്താൻ അധികാരമുള്ളത്. ടാക്സിന്റെ സ്വഭാവം, ഘടന, ലക്ഷ്യം, കളക്ട് ചെയ്യുന്ന രീതി എന്നിവയെല്ലാം അടിസ്ഥാനമാക്കി തരംതിരിച്ചിരിക്കുന്നവയിൽ പ്രധാനമായുള്ളത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്നിവയാണ്. എന്താണ് ഡയറക്റ്റ് ടാക്സ്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സ്വത്തും വരുമാനവും അടിസ്ഥാനമാക്കി അവരുടെ മേൽ നേരിട്ട് ചുമത്തപ്പെടുന്ന നികുതിയെ ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി എന്ന് വിളിക്കാം. ഇത് ആരുടെ മേലാണോ ചുമത്തപ്പെടുന്നത് അവരുടെ മാത്രം ബാധ്യതയാണ്. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നിങ്ങനെയുള്ള ടാക്സുകളെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി എന്ന് പറയുന്നത് നേരിട്ടല്ലാതെ നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതിയാണ്. ഉദാഹരണത്തിന്, നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിന് കൊടുക്കുന്ന വിലയിൽ ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ടാക്സ് ആരിലാണോ ടാക്സ് ചുമത്തപ്പെടുന്നത് അത് അയാളുടെ മാത്രം ബാധ്യതയാണ്, മറ്റാർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സിന്റെ ബാധ്യത കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന്, കടക്കാരൻ വാങ്ങുന്ന സമയത്ത് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക്, അതായത് ഉപഭോക്താവിന് വിൽക്കുമ്പോൾ ആ ടാക്സ് ഉപഭോക്താവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ചുരുക്കത്തിൽ മൊത്തത്തിലുള്ള ടാക്സ് ബാധ്യതയും ഉപഭോക്താവാണ് വഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ടാക്സിനുള്ള ഒരു ഉദാഹരണമാണ് GST. ഈ GST നിലവിൽ വരുന്നതിന് മുമ്പായി ഒക്ട്രോയ്, വാറ്റ്, എന്റർടൈൻമെന്റ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, സർവീസ് ടാക്സ് തുടങ്ങി മറ്റനവധി ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ ഇപ്പോൾ GST എന്ന ഒറ്റ ടാക്സിന് കീഴിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് GSTയെ കുറിച്ചറിയാം. GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന ഇൻഡയറക്റ്റ് ടാക്സ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തിൽ ഈടാക്കുന്ന ടാക്സ് ആണ്. 2017 മാർച്ച് 29 പാർലമെന്റിൽ പാസാക്കിയ GST ആക്ട് 2017 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നത്. ഒരു സാമ്പത്തിക വർഷത്തെ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിലെ മൊത്തം വിറ്റുവരവ് അഥവാ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ GST 3 സ്ലാബുകളാക്കി തിരിച്ചിട്ടുണ്ട്. 1.5 കോടിക്ക് താഴെ ടേൺ ഓവർ ഉള്ളവർ, 1.5 കോടിക്കും 5 കോടിക്കും ഇടയിൽ ടേൺ ഓവർ ഉള്ളവർ, പിന്നെ 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ. അതുപോലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കേരളം ഗ്രൂപ്പ് 1-ലാണ്. GST രജിസ്ട്രേഷനുള്ള ഓരോ വ്യക്തിയും സ്ഥാപനവും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ആവശ്യമായ റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം പലിശയും പിഴയും ചുമത്തപ്പെടുന്നതാണ്. റിട്ടേണുകളെ കുറിച്ചും GST രജിസ്ട്രേഷനെ കുറിച്ചും മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമാക്കി തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.